ദുബായിൽ ഓണാഘോഷം മുണ്ടിൻ്റെ കൂടി ആഘോഷമാണ്. പൊതുസ്ഥലങ്ങളിൽ സന്തോഷത്തോടെ മുണ്ട് മാടിക്കുത്തി നടക്കുന്നവരുടെ ആഘോഷം. മലയാളികളല്ലാത്തവരും മുണ്ടുടുത്തിറങ്ങുന്നതാണ് ദുബായിലെ ഓണം. ഷിനോജ് ഷംസുദ്ദീൻ്റെ റിപ്പോർട്ടാണ്. അങ്ങനെ പ്രവാസ ലോകവും തിരുവോണത്തിൻ്റെ ലഹരിയിലാണ്. സാധാരണ നിറയെ മലയാളികളുള്ള സ്ഥലമാണ് ദുബായ് എന്നുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് മുണ്ടുടുത്തവരെ നമുക്ക് കാണുന്നത് വളരെ അപൂർവമാണ്. അതങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഓണ ദിവസമായിരിക്കും. അത് മലയാളികൾ മാത്രമല്ല, ബാക്കിയുള്ള ഭാഷക്കാരും നാട്ടുകാരും ഒക്കെ മുണ്ടുടുത്ത് കാണുന്ന ദിവസമാണത്. മുണ്ടുടുത്ത് ആളുകൾ കേരളീയ വേഷത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സാധാരണ ദുബൈയിൽ മുണ്ടെടുത്ത് നടക്കൽ ശീലമില്ലാത്തതാണല്ലോ. ഇപ്പോൾ ഓണ ദിവസമാണ് മലയാളികൾ പോലും മുണ്ടെടുക്കുന്നത്. ഇങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. വളരെ അടിയിൽ 2 സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞു പോവുമോ, മെട്രോ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ നടക്കുമ്പോഴെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഒരു രസമാണ്. ഈ ഒരു ഓണത്തിനൊരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മുണ്ടെടുത്ത് പിന്നെ ഒന്ന് പുറത്തിറങ്ങി എല്ലായിടത്തും ഒന്ന് പോയി നടന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. മുണ്ടെടുത്തവരെ പബ്ലിക്കായിട്ട് കാണുന്ന ദിവസം കൂടിയാണ്. മുണ്ടെടുത്ത് എല്ലാവരും ഇപ്പോൾ നോക്കുമ്പോൾ മലയാളികൾ മാത്രമല്ല, ഇവൻ ഞങ്ങളെ കമ്പനിയിൽ തന്നെയാണെങ്കിലും ആഫ്രിക്കൻസ് ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, അവരെല്ലാവരും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു മലയാളികളുടെ മാത്രമല്ല, എല്ലാവരും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഇത് ആഘോഷിക്കുന്നുണ്ട്. മുണ്ടൊക്കെ എടുത്തിട്ട് എങ്ങനെ, അടിപൊളിയാണോ? കൊള്ളാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദുബായിൽ. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ദൂരം ഓടിയാണ് ഇവിടെ വരെ വന്നത്. ഓണ ദിവസമാണല്ലോ കൂടുതൽ ആൾക്കാർ മുണ്ടെടുത്തിട്ട് നടക്കുന്നത്. അപ്പോൾ സാധാരണ പാൻറ്റൊക്കെ ഇട്ട് നടന്നിട്ട് മുണ്ടിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ മുറിയിൽ മുണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിയിലോട്ട് ഇറങ്ങും. പിന്നെ ആദ്യം വന്നപ്പോൾ ആരും മുണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒറ്റയ്ക്കാണോ എന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് ആൾക്കാർ മുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുണ്ടിൻ്റെ കൂടി ആഘോഷമാണ്. 100%. അതെ. ഇന്നിപ്പോൾ നിബിധനായിട്ട് അവധിയും കൂടി കിട്ടിയേക്കാണല്ലോ. അങ്ങനെ സാധാരണ തിരുവോണത്തിന് അവധി കൂടി ഒത്തുവരുന്നത് അപൂർവമല്ലേ? ഇത് അപൂർവമാണ്. അതുകൊണ്ടെല്ലാം നല്ല സന്തോഷമാണ്. എല്ലാവർക്കും അവധിയും ഓണവും എല്ലാം കൂടെ ആകുമ്പോൾ ഒന്ന് അടിച്ചു പൊളി. ഗൾഫ് രാജ്യത്ത് മൊത്തം അവധിയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. എന്താ ഓണപരിപാടിയോ? ഓണപ്പരിപാടി ഇപ്പോൾ ഇവരൊക്കെ മുണ്ടെടുത്ത് കണ്ടപ്പം ഞാനെന്താ മുണ്ടെടുക്കാണ്ട് വന്ന് പോയതെന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. എനിക്ക് മുണ്ടും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എടുത്ത് കണ്ടപ്പം മുണ്ടെടുത്തുകൊണ്ട് വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ മലയാളികളല്ലാത്തവരും മുണ്ടെടുത്ത് നടക്കുന്ന ദിവസമാണ്. അത് തന്നെ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്. ഞാൻ അങ്ങേരെ അപ്രസായിട്ട് കണ്ടപ്പോൾ അങ്ങേരെ മുണ്ടെടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പം എന്നെ നോക്കിയിട്ട് പറയാം, നീ മുണ്ടെടുത്തല്ല, ഞാൻ മുണ്ടെടുത്ത് എൻ്റെ അടുത്ത് നോക്കി പറയുന്നുണ്ടായിരുന്നു. ദുബൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഓണം എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര ഉത്സവമാണ്. കാരണം പല ഭാഷക്കാർ, പല രാജ്യക്കാർ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നതാണ് ഇവിടുത്തെ ഓണം. യാസർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.